ശബരിമലയുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവ വികാസങ്ങളാണ് ഇന്ന് നിയമപ്രക്രിയയിലൂടെ ഉണ്ടായത്. ഒന്ന് ഹൈക്കോടതിയിൽ, ഒന്ന് സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതിയിൽ സംഭവിച്ചത് അയ്യപ്പ സംഗമം, കേരള ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സംഗമം നടത്തുന്നതിന് എതിരായി വന്ന 3 ഹർജികൾ കോടതിയിൽ എത്തുകയുണ്ടായി. പക്ഷേ ഒരൊറ്റ ദിവസത്തേക്ക് സംഗമം നടത്തുന്നതിൽ ഇത്രത്തോളം ആശങ്ക വേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടേത് ഒരു ഇടക്കാല തീരുമാനം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അയ്യപ്പ സംഗമം നടത്താനുള്ള അനുമതി സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നൽകുകയാണ്. സർക്കാരിന് അനുകൂലമായ ഒരു തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നു. രണ്ടാമത്തേത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ദേവസ്വം ബോർഡ് വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഉത്തരവ് വെളിപ്പെടുത്തുന്നത് ഗൗരവതരമായ അനാസ്ഥയുടെ കൃത്യനിർവഹണ വീഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണപ്പാളിയിൽ 4 കിലോയിലധികം വ്യത്യാസം വന്നതിൽ, അത് മുഴുവൻ സ്വർണമാണ് എന്നല്ല പറഞ്ഞു വെക്കുന്നത്, ആദ്യം തന്നെ അത് വ്യക്തത വരുത്തി തന്നെ പോകുന്നു. പക്ഷെ നഷ്ടപ്പെട്ടത് സ്വർണമാണോ സ്വർണമല്ലാത്തതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു രേഖപ്പെടുത്തലോ അതിൽ അന്വേഷണമോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ ഇരുന്നത് എന്തുകൊണ്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനം തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, അതെന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള അവകാശം കേരള ജനതയ്ക്ക് ഉണ്ടുതാനും, വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് ഉണ്ടുതാനും. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇത്രയും കാലം അതിൽ ഇടപെടൽ ഉണ്ടാകാതെ വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിൽ വീഴ്ച വരുത്തുകയും കൃത്യനിർവഹണത്തിൽ ഉത്തരവാദിത്വം കാണിക്കുകയും ചെയ്യാത്ത ഒരു സംവിധാനമാണോ ഇനി അയ്യപ്പ സംഗമം നടത്തി അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം അടക്കം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന വിമർശനങ്ങൾ കൂടി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് വിഷയങ്ങളും സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. ഹൈക്കോടതിയിൽ ആശങ്ക, സുപ്രീം കോടതിയിൽ ആശ്വാസം. എല്ലാ പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ ഡി സുരേഷ് കുമാർ CPM ൽ നിന്ന്, ശ്രീ വിജയ് ഇന്ദുചൂഡൻ കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് ശാങ്കുട്ടി ദാസ് BJP യിൽ നിന്ന്, ഡോക്ടർ PS മഹേന്ദ്രൻ സുപ്രീം കോടതിയിലെ ഹർജിക്കാരൻ. അഡ്വക്കേറ്റ് ശാങ്കുട്ടി ദാസ്, എന്നെ കേൾക്കാമോ? കേൾക്കാം. അഡ്വക്കേറ്റ് ശാങ്കുട്ടി ദാസ്, ഇന്നിപ്പോ ദേവസ്വം ബെഞ്ചിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായ കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ കാര്യമാത്ര പ്രസക്തമായി വിശദീകരിക്കാം. തീർച്ചയായും. നമുക്ക് 2019 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള തിരിമറിയെ സംബന്ധിച്ചാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പിൽ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ശബരിമല ശ്രീകോവിലിൻ്റെ പുറത്ത് നിൽക്കുന്ന 2 ദ്വാരപാലക ശില്പങ്ങളിലുള്ള സ്വർണ്ണപ്പാളികൾ കോടതിയുടെ അനുമതിയില്ലാതെ, സ്പെഷ്യൽ കമ്മീഷണറുടെ നിർദ്ദേശമില്ലാതെ ഇളക്കി മാറ്റുകയും അറ്റകുറ്റപ്പണികൾക്കായിട്ട് ചെന്നൈയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് അയക്കുകയും ചെയ്തു. ഇത് കോടതിയുടെ അനുമതിയില്ലാതെ ചെയ്തത് ശരിയല്ലെന്ന് പറഞ്ഞ് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർണ്ണം അടിയന്തരമായി തിരിച്ചെത്തിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുകയും, എന്നാൽ ഇതിനോടകം തന്നെ സ്വർണ്ണം ഉരുക്കി കഴിഞ്ഞു എന്ന ഒരു സത്യവാങ്മൂലം ദേവസ്വം ബോർഡ് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ പഴയ രേഖകൾ പരിശോധിക്കുകയും 2019 നിർണായകമായിട്ടുള്ള 2 രേഖകൾ, 2 മഹസറുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പിൽ എത്തിക്കുകയും ചെയ്തു. ആ മഹസറുകൾ പ്രകാരം കാണിക്കുന്നത് 1999 അവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ എന്ന് പറയുന്നത്. ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൊതിയുന്നത് 1999 20 വർഷങ്ങൾക്ക് ശേഷം 2019 ഈ സ്വർണ്ണപ്പാളികൾക്ക് കേടുപാടുണ്ടെന്നും അതുകൊണ്ട് അതിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെന്നും പറഞ്ഞ് ഒരു സ്വകാര്യ വ്യക്തി, ഈ കേസിലെ തന്നെ 7ാം പ്രതിയായിട്ടുള്ള 7th ഡിഫൻഡന്റ് ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ മുന്നോട്ട് വരികയും തൻ്റെ സ്വന്തം ചെലവിൽ ചെന്നൈയിലെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്തുകൊള്ളാമെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ കാര്യം അവിടുത്തെ അന്നത്തെ ഭരണ നേതൃത്വം അംഗീകരിക്കുകയും കോടതിയുടെ അനുമതിയോ മറ്റോ കൂടാതെ തന്നെ തിരുവാഭരണം കമ്മീഷണറുടെയും അതേപോലെ തന്നെ സ്പെഷ്യൽ കമ്മീഷണറുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. അതായത് 2019 ജൂലൈ 20-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളെ 42 കിലോ 800 ഗ്രാം സ്വർണം ഏൽപ്പിച്ചു. ആദ്യം 12 പാളികൾ അടർത്തി മാറ്റി അതിന് 35 കിലോ 400 ഗ്രാമാണ് തൂക്കം ഉണ്ടായിരുന്നത്. പിന്നീട് 2 പീഠങ്ങൾ, അവ സ്ഥാപിച്ചിട്ടുള്ള 2 പീഠങ്ങൾ, അത് 17 കിലോ 400 ഗ്രാമാണ്. അങ്ങനെ ആകെ 42 കിലോ 800 ഗ്രാമുള്ള സ്വർണം പൂശിയിട്ടുള്ള ചെമ്പ് പാളികൾ ഇദ്ദേഹത്തെ ചെന്നൈയിലെ സ്ഥാപനത്തിൽ എത്തിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. എന്നാൽ 1 മാസവും 10 ദിവസവും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് 2019 ഓഗസ്റ്റ് 29-ാം തീയതി മാത്രമാണ് ചെന്നൈയിൽ ഈ പറയുന്ന സ്മാർട്ട് ക്രാഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക്
പ്രസ്തുത ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സാധനങ്ങൾ എത്തിക്കുന്നത്, ഈ സ്വർണ്ണം രണ്ട് കാര്യം കൂടി സമയോചിതമായി കൂട്ടിച്ചേർക്കാണ്ട്. ഒന്ന്, ഈ പറയുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് ഇളക്കി മാറ്റുന്നതും കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സമയത്ത് ഉണ്ടായിരുന്നില്ല. രണ്ട്, ആരും ഉദ്യോഗസ്ഥരാരും ഈ സ്പോൺസർക്ക് ഇത് കൈയേൽപ്പിച്ചു കൊടുക്കുന്നു എന്നതിനപ്പുറത്ത് ആരും അതിനെ പിൻപറ്റി ചെല്ലുകയോ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല. ഇദ്ദേഹം മാത്രമാണ് കൊണ്ടുപോയത്. അതെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു എന്തുകൊണ്ട് 1 മാസവും 10 ദിവസത്തെയും കാലതാമസം ഈ സ്വർണം അവിടെ എത്തിക്കുന്നതിൽ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അവധാനതയും പുലർത്തിയിട്ടില്ല. തന്നെയല്ല, ഈ പറയുന്ന 8ാം പ്രതിയായിട്ടുള്ള ഈ സ്ഥാപനം, 8th ഡിഫൻഡന്റ് ആയിട്ടുള്ള ഈ സ്ഥാപനത്തിൽ എത്തുന്ന സമയത്ത് ഈ സ്വർണം തൂക്കുന്ന സമയത്ത്, ഈ സ്വർണ്ണ പാളികൾ തൂക്കുന്ന സമയത്ത് രേഖപ്പെടുത്തുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 37 കിലോ 500 ഗ്രാം മാത്രമാണ്. അതായത് ഏതാണ്ട് കേട്ടില്ല, പറയൂ 5 കിലോയുടെ വ്യത്യാസം ആ സമയത്ത് ഉണ്ടാകുന്നു. അതിനുശേഷം ഇവർ ഈ പറയുന്ന റീപ്ലേറ്റിംഗ് പണികൾ പൂർത്തീകരിച്ചതിന് ശേഷം, സ്വർണം പൂശുന്ന പണികൾ പൂർത്തീകരിച്ചതിന് ശേഷം രണ്ടാമത് തൂക്കുന്ന സമയത്ത് അതിന്റെ തൂക്കം 38 കിലോ 500 ഗ്രാമായി മാറുന്നു. അപ്പോഴും 4.5 കിലോയുടെ വ്യത്യാസം ആ സ്വർണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ഈ സ്വർണം തിരിച്ചെത്തിച്ച് ശബരിമലയിൽ സന്നിധാനത്ത് കൊണ്ടുവന്ന സമയത്ത് ഇത് തൂക്കുകയോ ഇതിന്റെ അപ്പളത്തെ തൂക്കം എത്രയാണെന്ന് തിട്ടപ്പെടുത്തുകയോ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ശങ്കു, കേൾക്കാമോ? സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഈ ആ സമയത്ത് മഹസറിൽ ഇത് പറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഇത് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകൾ ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കപ്പെടുന്നത് ഈ ഓർഡറിലൂടെ എന്നുള്ളതാണ്. ശ്രീ ഡി സുരേഷ് കുമാർ, ശബരിമലയുമായി ബന്ധപ്പെട്ട്, ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് അത് അവിടെ നിന്ന് എടുക്കണമെങ്കിലും അതിനെന്തെങ്കിലും തകരാർ സംഭവിച്ചത് പുതുക്കി പണിയണമെങ്കിലും എല്ലാം ഒന്ന് ദേവസ്വം ബെഞ്ച് അറിഞ്ഞിരിക്കണം. അങ്ങനെ തന്നെ കോടതി ഉത്തരവുകളടക്കം നിലനിൽപ്പുണ്ട്. രണ്ടാമത്തേത്, അത് അങ്ങനെ ആരെങ്കിലും ഒരാൾ ഞാൻ സ്പോൺസർ ചെയ്തേക്കാം എന്ന് പറയുമ്പോൾ അത് അപ്പാടെ ഇളക്കി അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊണ്ടുപോയിക്കോളൂ, അത് കഴിഞ്ഞ് തിരിച്ചേൽപ്പിച്ചാൽ മതി എന്ന നിലയ്ക്ക് ഇളക്കി കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിൽ പോകുന്ന സമയത്ത് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തൂക്കം തിരിച്ചു വരുമ്പോൾ ഉണ്ടോ എന്നെങ്കിലും കൃത്യമായി പരിശോധിക്കേണ്ടതിന് ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട്. ആ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ്? തീർച്ചയായിട്ടും ആരെങ്കിലും ഒരാളല്ല. ഈ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശുന്ന ആ ഒരു പ്രവൃത്തി വഴിപാടായി ഏറ്റെടുത്തൊരു സ്പോൺസറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഭക്തരുടെ മനസ്സിനകത്ത് ആശങ്ക ഉളവാക്കുന്ന നിലയിൽ പറയാൻ പാടില്ല. സ്പോൺസറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് രേഖാമൂലം കത്ത് കൊടുത്ത് ഈ ദ്വാരപാലക ശില്പങ്ങൾക്കകത്ത് വന്നിട്ടുള്ള കേടുപാടുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ദേവസ്വം ബോർഡ് കത്ത് മുഖാന്തരം. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ്. ഈ യഥാവിധി ഇതിനെ സംബന്ധിച്ച് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനുമതി ഇതിനകത്തുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അതിൻ്റെ ചീഫ് വിജിലൻസ് ഓഫീസറെ ഇതിനോടകം തന്നെ ചുമതലപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു മുൻപേ തന്നെ നമ്മൾ വിധി പ്രസ്താവിക്കാൻ പാടില്ല എന്നൊരു അഡ്വാൻസ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം ഇതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ തൂക്കത്തെ സംബന്ധിച്ച് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് അത് ഞാൻ പ്രോംപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിൻ്റെ വസ്തുത എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പുറത്തു വരുമ്പോൾ അതെനിക്ക് കൂടെ ബൈൻഡിങ് ആണ് എന്നുള്ളത് കൊണ്ട്, മുഴുവൻ ആളുകൾക്കും ബൈൻഡിങ് ആണെന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ സംബന്ധിച്ചൊരു മുൻവിധി ഇക്കാര്യത്തിൽ പറയുന്നത് തെറ്റാണ്. ഇവിടെ ദ്വാരപാലക ശില്പത്തിനെ അത് സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ബഹുമാനപ്പെട്ട ഈ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ കൊണ്ടുപോകാൻ പാടുണ്ടോ? ആ കൊണ്ടുപോകുന്നതിൽ സാങ്കേതികമായി എന്തെങ്കിലും പിഴവുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചീഫ് വിജിലൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ, ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഇതിനകത്ത് അസ്വാഭാവികമായി എന്തെങ്കിലും കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ കൃത്യമായി, വളരെ മൂർത്തമായി ആ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ കൃത്യമായി മൂർത്തമായി ഈ നമ്മുടെ കോടതിയുടെ വിധിയുണ്ട്. അതിൽ കൃത്യമായി പറയുന്നത് വി ആർ ഷോക്ഡ് to note that the Mahazar
ഈ തിരിച്ചു വരുന്ന ദിവസം 29/8/2019 ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 38.258 കിലോയാണ്. അതിൽ 4.541 കിലോഗ്രാമിൻ്റെ വ്യത്യാസമുണ്ട്. അതിലാകെ സംശയിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഈ ക്ലാഡിംഗ് നടന്നു എന്നുള്ളതാണ്. ഇത് ഒരു അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അതിൽ ഡീറ്റെയിൽ എൻക്വയറി വേണ്ടതാണ് അങ്ങ് പറഞ്ഞതുപോലെ. പക്ഷേ അതിൽ ഈ ദേവസ്വം ഒഫീഷ്യൽസ് ഇത് തിരികെ കൊണ്ടുവന്നപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് കോടതി തന്നെ പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലത്തിൽ, അതായത് വിജിലൻസ് അന്വേഷണം നടന്നതിന് ശേഷം പറയാനുള്ള കാര്യങ്ങളല്ല കോടതി ഈ വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിധിയുടെ ഭാഗമായി സംശയാതീതമായി കോടതി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ഈ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ചീഫ് വിജിലൻസ് ഓഫീസറെ ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചില സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, അത് ഞാൻ പ്രോംപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഈ ഒരു വാദഗതിക്ക് വേണമെങ്കിൽ എനിക്ക് വേണ്ടി എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് ഞാൻ പ്രോംപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സ്വർണ്ണ ചെമ്പ് പാളികൾ കെട്ടിക്കൊണ്ട് വന്നത് കമ്പിയിലാണ്. ആ കമ്പി കൂടെ ചേർത്ത് ഇതിൻ്റെ വെയിറ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ വാദഗതിയാണ് പറയുന്നത്. ഇത് എൻ്റെ അല്ലെങ്കിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ വാദഗതിയായി ഇവിടെ സമർത്ഥിക്കുകയോ അതിനെ രണ്ടാമത്തെ കാര്യം വാക്സ് അടക്കമുള്ള മറ്റ് പൊടിപടലങ്ങൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അങ്ങനെ വെയിറ്റിനകത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു നമുക്ക് നിജപ്പെടുത്താൻ കഴിയാത്ത നിലയിൽ എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മറ്റൊരു ചാനലിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായി ചില വാദഗതികൾ മുന്നോട്ട് വെക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തു തന്നെയായിരുന്നാലും ശരി, ഇതിനെ സംബന്ധിച്ച് സമഗ്രമായി ചീഫ് വിജിലൻസ് ഓഫീസർ അന്വേഷിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാണ് വ്യഗ്രത കാണിക്കുന്നത്? ഇതിൽ ഏതെങ്കിലും രൂപത്തിലുള്ള അഴിമതി കടന്നുകൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ തട്ടിപ്പ് കടന്നുകൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു മുൻവിധി നമ്മൾ എന്തിനാണ് മുന്നോട്ട് വെക്കുന്നത്? അങ്ങനെ മുൻവിധി ഉണ്ടോ എന്ന് അങ്ങ് വൃഥാ ഭയക്കുന്നതാണ് എന്ന് എനിക്ക് പറഞ്ഞു പോകേണ്ടി വരും സുരേഷ് കുമാർ. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? തട്ടിപ്പ് നടന്നിട്ടുണ്ടോ, അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ വളരെ കൃത്യമായുള്ളത് എന്താണ്? അതിൽ കുറവ് വന്നിട്ടുണ്ട്, അതിൽ ഉത്തരവാദിത്ത രാഹിത്യം ഉണ്ടായിട്ടുണ്ട്, അതിൽ അന്വേഷണമില്ലായ്മ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു എന്ന് ചോദിക്കുന്നത് 2019 ഈ സംഭവം എന്നുള്ളതുകൊണ്ട് അത് കയറ് കെട്ടിയതിൻ്റെ ആണോ, അത് കമ്പി കെട്ടിയതിൻ്റെ ആണോ, അതിനുള്ളിൽ വാക്സ് ഉള്ളത് കൊണ്ടാണോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതും വിജിലൻസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതും അത് പോകുമ്പോഴും വരുമ്പോഴും കൃത്യമായി അങ്ങനെ കണക്കെടുത്ത് വെക്കേണ്ടതും തൂക്കി നോക്കേണ്ടതും ഇനി മാറ്റമുണ്ടെങ്കിൽ ആ സമയത്ത് 2019 ശേഷം ഇന്ന് 2025 കേട്ടോ, ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട താരതമ്യം നടത്തി പരിഹരിക്കേണ്ടതും എന്തുകൊണ്ടാണെന്നത് രേഖപ്പെടുത്തി വെക്കേണ്ടതും ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ശേഷം അഴിമതി നടന്നിട്ടുണ്ടോ, അതിൽ കൈയിട്ട് വരലുണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അങ്ങ് പറഞ്ഞതുപോലെ വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് പരിഹരിക്കാം. പക്ഷേ കോടതി നമ്മുടെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ വരാം. സോ ഇന്ദു ചൂടൻ ഇപ്പൊ നോക്കൂ, വിജിലൻസ് അന്വേഷണം എന്തിനാണ്? അഴിമതി നടന്നിട്ടുണ്ടോ എന്നറിയാൻ. അഴിമതി നടന്നിട്ടുണ്ടോ എന്നറിയാൻ, അല്ലെങ്കിൽ ആരാണ് കൊണ്ടുപോയത് എന്ന് അറിയാൻ നമുക്ക് അന്വേഷണമാകാം. പക്ഷെ കൊണ്ടുപോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്നത് സംബന്ധിച്ച് കൃത്യമായി കോടതി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. അത് അന്ന് അന്വേഷിക്കാതിരുന്ന ആ ഉത്തരവാദിത്ത രാഹിത്യത്തിന് ആര് മറുപടി പറയും? ശ്രീ മാധു, ഞാനിവിടെ ആദ്യം തന്നെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം പറയുന്നത് ഈ സ്വർണം കൊണ്ടുപോയെന്നും അത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം തന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണ് തൂക്കം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതൊക്കെ കേരള ജനതയ്ക്ക് മുഴുവൻ അറിയാം. പക്ഷെ അദ്ദേഹത്തിന് മാത്രം അറിയില്ല എന്ന് പറയുന്നത് വളരെ നമ്മളെ കൊണ്ടൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇന്ന് കേരളത്തിൽ ഒരു വലിയ പുണ്യപുരാതനമായിട്ടുള്ളൊരു ഭൂമിയിൽ നിന്ന് ദ്വാരപാലകരുടെ അല്ലെങ്കിൽ ആ പ്രതിഷ്ഠയെ സ്വർണം പൂശുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ക്രയവിക്രയങ്ങൾക്കായിട്ട് കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ സ്വർണത്തിൻ്റെ അളവിൽ തന്നെ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് എത്ര ലാഘവത്തോടെയാണ് CPIM-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതുപോലെ തന്നെയാണ് അവരുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അവരിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ പറയുന്നത് പോലെ കോടതിയെ ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ കോടതിയുടെ മേൽ പഴിചാരിയൊക്കെ വെച്ചെന്ന് പറഞ്ഞാലും ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന അവരുടെ ഒരു പോളിഷ്ഡ് നാടകത്തിൻ്റെ ഏറ്റവും വലിയ അജണ്ട എന്താണ്? ഈ മറ്റു കാര്യങ്ങൾ പോലെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അതെന്താണ്? അതിൻ്റെ അജണ്ട എന്താണ്? ഈ പറയുന്നത് പോലെ ഒരു പുണ്യപുരാതനമായിട്ടുള്ള ഭൂമിയിൽ ഈ പറയുന്ന വിശ്വാസ പ്രമാണങ്ങളെല്ലാം ഹനിച്ചുകൊണ്ട് ഇവർ CPIM എടുത്ത 2018 ഏറ്റവും വലിയ നിലപാട് നമുക്കറിയാമല്ലോ.
എന്തായിരുന്നു? യുവതീ പ്രവേശനം. ഈ കേരളത്തെ തന്നെ കലാപഭൂമിയാക്കിക്കൊണ്ട്, ഈ കേരളത്തെ തന്നെ വലിയൊരു കലാപഭൂമിയാക്കി സൃഷ്ടിച്ചെടുത്തുകൊണ്ട് യുവതികളെ പ്രവേശിക്കുക എന്ന് പറയുന്നത് കേവലം നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, കേവലം ഈ പറയുന്നത് പോലെ നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവരെ, ഈ സ്ത്രീകളെയെല്ലാം പ്രവേശിപ്പിക്കുവാൻ വേണ്ടി ഈ പറയുന്ന CPIM എന്ന് പറയുന്ന സർക്കാർ എടുത്ത നിലപാട് എന്താണ്? ഇപ്പോഴും അവർ തന്നെ പറയുന്നുണ്ട് ആ പാർട്ടിയുടെ നിലപാട് എന്താണ്? ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ആ പാർട്ടിയുടെ നിലപാട് എന്താണ്? പിണറായി വിജയൻ്റെ നിലപാട് എന്താണ്? അവരുടെ ഈ നവോത്ഥാനത്തിനൊക്കെ ഏറ്റവും വലിയ കുടചൂടി വന്നിരുന്ന ഒരു നവോത്ഥാന നായകൻ ഉണ്ടായിരുന്നല്ലോ, M. സ്വരാജ്. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്? ഈ ബാക്കിയുള്ള കാര്യങ്ങൾ പോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്ന് പറയുന്നത്, ജനാധിപത്യ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുക എന്ന് പറയുന്നതാണ് CPIMൻ്റെ ഏറ്റവും വലിയ ഒരു നടപടികളും നിലപാടുമെന്ന് നമ്മൾ പറഞ്ഞു വെക്കണം. പുണ്യപുരാതനമായിട്ടുള്ളൊരു ഭൂമിയിൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇവരെന്ത് സ്വീകാര്യതയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്, ജനാധിപത്യ വിശ്വാസികൾക്ക് കൊടുക്കുന്നത്? ഈ പറയുന്നത് പോലെ അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിച്ചുകൊണ്ട്, സ്ത്രീകളെ കയറ്റിക്കൊണ്ട് ഇവരൊരു കലാപഭൂമിയാക്കി സൃഷ്ടിച്ചെടുത്തു. ഇനിയും അതെല്ലാം പോട്ടെ, ഈ ഹൈന്ദവ ഒരുപാട് സമൂഹങ്ങൾ, ഒരുപാട് ആളുകൾ, മതമുള്ള, ജാതിയുള്ള, ഒരുപാട് ആളുകൾ അയ്യപ്പ സംഗമം നമ്മുടെ ചർച്ചയുടെ ഒരു വിഷയമാണ്. തുടക്കത്തിൽ ഒരൊറ്റ വരിയിൽ ഒറ്റ വരിയിൽ പറഞ്ഞതിന് ശേഷം ഈ പറയുന്നത് പോലെ ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായത്തിലേക്കാണ് അങ്ങ് പോകുന്നത്. CPM എടുത്ത നിലപാടാണോ യുവതി പ്രവേശനം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ചോദ്യം അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ CPM അന്നെടുത്തത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ഭരണഘടനാപരമായ ബാധ്യതയുണ്ട് എന്ന നിലപാടാണ്. യുവതികളെ പ്രവേശിപ്പിക്കും എന്ന നിലപാടല്ല. ഇത് നോക്കൂ, നമ്മളിപ്പോൾ ഈ രണ്ട് വിഷയങ്ങളാണെങ്കിലും, ഈ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസാണെങ്കിലും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണെങ്കിലും, അയ്യപ്പ സംഘവും അവിടുത്തെ വികസനവുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമാണ്, അടിസ്ഥാന സൗകര്യ വികസനവുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് സർക്കാർ പോലും കൃത്യമാക്കിയിട്ടുണ്ട്. എന്താണ് രണ്ടാമത്തെ വരിയിൽ തന്നെ യുവതി പ്രവേശനത്തിലേക്ക് പോകുന്നത്? അല്ല, രണ്ടാമത്തെ വരിയിൽ നിന്നല്ല ഞാൻ പറഞ്ഞത്. അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവർ സ്ഥിരമായി നടപടികൾ എടുക്കുന്ന, നിലപാടുകൾ ചാർത്തുന്നത് എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ദ്വാരപാലകരെ കൊണ്ടുപോയി സ്വർണം അവിടെ ഇല്ല എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്, എന്തെല്ലാം കണക്ടിവിറ്റിയാണ് ഇവർ ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ഇവരുടെ പോളിഷ്ഡ് ആയിട്ടുള്ള എല്ലാ നാടകങ്ങളും. ഈ പറയുന്ന പോലെ ഈ സ്വർണം ഇപ്പോൾ കുറഞ്ഞു വന്നു, അല്ലെങ്കിൽ തൂക്കത്തിൽ കുറവുണ്ട് എന്നത്ര ലാഘവത്തോടെയാണ് ഇവരുടെ ഓരോ പ്രതിനിധികളും പറഞ്ഞു വെക്കുന്നത്. CPIMൻ്റെ ഒരു പൊറോട്ട് നാടകം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. എന്ത് നമ്മൾ ഉന്നയിച്ചാലും, എന്തെല്ലാം കള്ളത്തരങ്ങൾ വന്നാലും, എന്തെല്ലാം പൊള്ളത്തരങ്ങൾ വന്നാലും അതിനെയെല്ലാം ജനാധിപത്യ വിശ്വാസികൾക്ക് മുന്നിൽ വളരെ പോളിഷ്ഡ് ആയിട്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ വൗച്ച് ചെയ്തുകൊണ്ട് തന്നെ അവർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പറയുന്ന പോലെ ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം തന്നെ, ഈ പറയുന്ന പോലെ സ്വർണത്തിൽ തൂക്കം കുറഞ്ഞതാണെങ്കിലും, യുവതി പ്രവേശനമാണെങ്കിലും, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും എല്ലാം തകർത്തെറിഞ്ഞതാണെങ്കിലും, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും CPIMൻ്റെ ഈ പ്രസ്ഥാനത്തിന് ഒരേ ഒരു നിലപാടേ ഉള്ളൂ. അത് ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ അതെങ്ങനെയെങ്കിലും ഒരു നാടകം കളിച്ച് അതിനെയെല്ലാം പൊള്ളയാക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, ശ്രീ ഡോക്ടർ PS മഹേന്ദ്രൻ, ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അങ്ങ് ഹർജിയുമായി പോയ ആളാണ്. അതിൽ സുപ്രീം കോടതി പറയുന്നത് അങ്ങനെ ഒരൊറ്റ ദിവസം നടത്തുന്ന സംഗമത്തിന്റെ പേരിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ്. എന്തായിരുന്നു പിന്നെ അങ്ങയുടെ ആശങ്ക? ആദ്യം എപ്പോഴാണത് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യാനുണ്ടായ സാഹചര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കതിലേക്ക് വരാം. ഞാൻ ആദ്യമായിട്ടല്ല കോടതിയിൽ ഇത്തരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ ചെയ്യുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെ ശബരിമലയിൽ ഉണ്ടാക്കുന്ന അരവണ ദേവന് നിവേദിക്കാതെ പ്രസാദം എന്ന പേരിൽ പ്രസാദം എന്ന പേരിൽ പാക്ക് ചെയ്യുന്നതിനെതിരെ ഹർജി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 4-5 വ്യവഹാരങ്ങൾ ഹൈക്കോടതിയിൽ നടത്തുന്ന ആളാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് തികച്ചും നിയമവിരുദ്ധമായ പല കാര്യങ്ങളും അതിനകത്തുണ്ട് എന്നും ബോധ്യപ്പെട്ടിരുന്നുവെങ്കിൽ പോലും ഞാൻ കേരള ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തില്ല. കാരണം സ്ഥിരം ഒരു കക്ഷി ആകണ്ട, സ്ഥിരമായിട്ടൊരു മുഖമായി കോടതികളിൽ ഇങ്ങനെ കയറേണ്ട കാര്യമില്ല. ഞാനൊരു സാധാരണക്കാരനാണ് എന്നുള്ളത് കൊണ്ടും എനിക്ക് എൻ്റേതായ പരിമിതികളുണ്ട് എന്നുള്ളത് കൊണ്ടും ഞാനങ്ങനെ ഫയൽ ചെയ്യാതിരിക്കുകയായിരുന്നു. പക്ഷേ എങ്കിലും 4 കക്ഷികളുടെ കേസ് ഉള്ളത് കൊണ്ട് അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാകുമെന്ന് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കഴിഞ്ഞ വെള്ളിയാഴ്ച 4 ഹർജിയും തള്ളിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിറക്കും. അതിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പ് വായിച്ച സമയത്ത് അതിൽ ഒരു 24-25 ഇങ്ങനെ ചില പോയിന്റുകളിൽ സംശയം തോന്നി. സംശയം എന്ന് വെച്ചാൽ സംശയം എന്നുള്ളതല്ല, അതിനകത്ത് ചില മുൻകാല വിധികൾക്ക് വിപരീതമായിട്ടുള്ള ചില എഴുത്തുകൾ അതിനകത്ത് ജഡ്ജ്മെൻറ്റിൽ കണ്ടു. പ്രത്യേകിച്ചും 2022 ജൂണിൽ ഒരു കേരള ഹൈക്കോടതി തന്നെ ദേവസ്വം ബെഞ്ചിൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ഒരു നന്ദകിഷോർ ബജോരിയ ചാരിറ്റബിൾ ട്രസ്റ്റ്, ആ സംഘടന 2022 ഫെബ്രുവരിയിൽ ദേവസ്വത്തിൽ നിന്ന് അനുമതി വാങ്ങിക്കൊണ്ട് തന്നെ പമ്പാമണപ്പുറത്ത്
ഒരു രാമകഥ എന്ന പേരിൽ കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു. അതിനു വേണ്ടിയിട്ട് ടെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ നിർമ്മിച്ച സമയത്ത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ആ പരിപാടി റദ്ദ് ചെയ്തുകൊണ്ടും ആ ടെൻറ്റുകൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു ഉത്തരവ് 2022 ജൂണിൽ പുറപ്പെടുവിക്കുകയും ചെയ്തു. അന്ന് ഈ പമ്പാ മണപ്പുറത്തുള്ള ടെൻറ്റുകൾ പൊളിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചത് സർക്കാരാണെന്നിരിക്കെ അതിൽ നിന്ന് വിലക്കപ്പെട്ടത് ദേവസ്വം ബോർഡാണെന്നിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് പരിസ്ഥിതി ദുർബല പ്രദേശമായിട്ടുള്ള പ്രത്യേകിച്ചും വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഉത്തരവുകൾ സുപ്രീം കോടതിയിലായാലും ഹൈക്കോടതിയിലായാലും ഇങ്ങനെ ഉത്തരവ് നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനൊരു പരിപാടി മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ എന്തെങ്കിലും ഒരു ആഘോഷം നടത്തണം, ഒരു വാർഷികം നടത്തണമെന്നുണ്ടെങ്കിൽ നന്തൻകോട്ട അവരുടെ ആസ്ഥാനത്തിനടുത്ത് ഒരുപാട് ഓഡിറ്റോറിയങ്ങളുണ്ട്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് കാര്യവട്ടം ഉൾപ്പെടുന്ന അനേകം സ്റ്റേഡിയങ്ങളുണ്ട്. 3000 പേരല്ല 50,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പരിപാടി നടത്താൻ പറ്റും. പക്ഷേ ഇത് 2018-19 കാലഘട്ടത്തിൽ ഹിന്ദു മനസാക്ഷിക്ക് മുറിവേൽപ്പിച്ച ചില സംഭവങ്ങൾ ശബരിമലയിൽ അരങ്ങേറിയത് വരുന്ന ഇലക്ഷന് മുമ്പ് അതിനെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നെയാണ് എന്നൊരു രാഷ്ട്രീയ വിഷയം കൂടിയുണ്ട്. പക്ഷേ അതൊന്നുമല്ല എന്നെ ഈ വിഷയത്തിൽ ഇടപെടുത്തിയത് ബോധ്യതാണ്. പക്ഷെ അതല്ല ഇടപെടുത്തിയത് അത് അക്കാരണം കൊണ്ടല്ല. എനിക്ക് രാഷ്ട്രീയപരമായ ധാരണയുണ്ട്, അതുകൊണ്ടല്ല ഞാൻ കേസിന് പോയത്. കേസിന് പോകാനുള്ള കാരണം ഈ പലപ്പോഴും കോടതികളിൽ ഒരു കേസ് എത്തുമ്പോഴും വ്യക്തമായി വാദിക്കേണ്ട വിഷയങ്ങൾ എന്താ പറയേണ്ടത് അഫിഡവിറ്റിൽ ഉണ്ടായിരുന്നാലും അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ പരിമിതമായ സമയം കൊണ്ടായിരിക്കാം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ 2022 ജൂണിലുള്ള ഹൈക്കോടതിയുടെ വിധിക്ക് ഘടകവിരുദ്ധമായിട്ടൊരു വിധി നിലവിലെ ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിപ്പിക്കുന്നതിലൊരു സംശയമുണ്ട്. അപ്പോൾ ഇത്തവണത്തേക്ക് ഞാൻ പൂർത്തീകരിച്ചോട്ടെ, ഇത്തവണത്തേക്ക് ഇത് നിങ്ങൾ നടത്തിക്കോളൂ, ഇനി ആവർത്തിക്കരുത് എന്ന ഒരു ധ്വനിയിലാണ്. ആവർത്തിക്കരുതെന്നല്ല, ഇത് നടത്താൻ സർക്കാരിന് അവകാശമുണ്ടോ എന്നുള്ളത് ഹൈക്കോടതി പരിഗണിക്കട്ടെ. അത് അങ്ങനെയല്ല. അത് ഞാനിപ്പോൾ പറഞ്ഞത് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ പറ്റിയല്ല പറഞ്ഞത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച ഹൈക്കോടതി ഉത്തരവിലെ ആ 24-25 ആ പോയിന്റുകൾ വേണമെങ്കിൽ ഞാൻ തരാം. അതിൽ പറയുന്നത് നമുക്ക് ഇതിനെ എന്താ പറയേണ്ടത്, ഇതിൽ ഇടപെടേണ്ട വിഷയങ്ങളൊന്നുമില്ല, തൽക്കാലം ഇതിങ്ങനെ നടക്കട്ടെ എന്നുള്ള ഒരു ധ്വനിയിൽ ആ വരി വായിച്ചപ്പോൾ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഹർജിക്കാരനായത് പോയത്. അതായത് ഒരു തവണ നിങ്ങൾ കൊലപാതകം ചെയ്തോ, ഇത്തവണത്തേക്ക് ചെയ്തോ, മേലിൽ ചെയ്യരുത് എന്ന് പറയുന്നത് പോലൊരു ധ്വനിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ സുപ്രീം കോടതി പറഞ്ഞത് ഇത്തവണ നടത്തും, ഇനിയുള്ളത് വേണമെങ്കിൽ പരിശോധിക്കട്ടെ. അതിനുള്ള കാരണമുണ്ട്. സുപ്രീം കോടതി ഒന്ന് ഈ ശബരിമലയിലെ ആചാരപരമായ വിഷയങ്ങളോ അല്ലെങ്കിൽ ശബരിമലയുടെ പ്രത്യേകതകളോ ശരിക്കും ബോധ്യപ്പെട്ടിട്ടാണ് ഇത് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കോടതി ലക്ഷ്യം ആകാതിരിക്കാൻ വാക്കുകൾ നിയന്ത്രിച്ച് പറയുകയാണ്. എന്തായാലും കേവലം 8 മിനിറ്റ് മാത്രമാണ് ഇന്നത്തെ വാദം ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് നടന്ന വാദം തന്നെ 10-25 മിനിറ്റ് വേറൊരു ഐറ്റം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ധരിച്ചു നമുക്ക് അത്രയും സംസാരിക്കാനുള്ള സമയം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഉണ്ടായില്ല. കേവലം 8 മിനിറ്റ്. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകൾ എടുത്ത് സുപ്രീം കോടതി വാദം കേട്ട് വന്ന വിധി പോലും ആചാരം മനസ്സിലാക്കാതെയാണ് വന്നത് എന്ന് പറയുന്ന രാഷ്ട്രീയ ബോധ്യം കൂടെ അങ്ങേക്കുണ്ടാകുമല്ലോ. സ്വാഭാവികമായിട്ടും 8 മിനിറ്റ് എടുത്ത വാദത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. അടുത്ത ശങ്കുടിദാസ് അങ്ങ് കേൾക്കാമോ? അടുത്ത ശങ്കുടിദാസ്, ഇപ്പോൾ ഇതിനകത്തുണ്ടായ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് 40 വർഷത്തെ ഗ്യാരണ്ടി 2019 ഇത് പോളിഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്തും 40 വർഷത്തെ ഗ്യാരണ്ടി അതിനുണ്ട് എന്നുള്ളതാണ് വയ്പ്. പക്ഷെ 6 വർഷം കഴിയുമ്പോൾ ഈ 2025 അത് വീണ്ടും അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകേണ്ടി വരുന്നത് അന്ന് അത് മര്യാദയ്ക്ക് വേണ്ട രീതിയിൽ, അതായത് 101 സ്ക്വയർ ഫീറ്റാണ് ഈ പാളികളടക്കം ഉള്ളത്. ഈ ചെമ്പുപാളികളുടെ അടക്കം 101 സ്ക്വയർ ഫീറ്റാണുള്ളത്. അത് മര്യാദയ്ക്ക് ഈ 40 വർഷത്തെ ഒരു ഗ്യാരണ്ടി എന്ന രീതിക്ക് ചെയ്യണമെങ്കിൽ 8 ഗ്രാം പെർ സ്ക്വയർ ഫീറ്റ് എന്ന നിലയ്ക്ക് കർശന ബുദ്ധിയോടുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. പക്ഷെ 397 ഗ്രാമാണ് ചിലവാക്കിയത്. അതായത് ആവശ്യത്തിന് പര്യാപ്തമായ നിലയ്ക്ക് അത് പണി നടത്തിയിട്ടില്ല എന്ന കാര്യം ഇപ്പോൾ ഈ ക്രമക്കേട് അതിൽ ഗ്യാരണ്ടി സമയം മുഴുവനും കൃത്യമായത് നിലനിൽക്കാതെ 6 വർഷത്തിന് ശേഷം വീണ്ടും അതിൻ്റെ ഈ കേടുപാടുകൾ തീർക്കാൻ കൊണ്ടുപോകേണ്ടി വരുന്ന സാഹചര്യം അത് മറച്ചു വെക്കാൻ വേണ്ടിയാണോ പെട്ടെന്ന് ഇപ്പോൾ കോടതിയെ പോലും അറിയിക്കാതെ ദേവസ്വം ബെഞ്ചിനെ പോലും അറിയിക്കാതെ വീണ്ടും യാതൊരു തരത്തിലും ഉള്ള മുന്നറിയിപ്പുകളോ മാനദണ്ഡങ്ങളോ പാലിക്കാതെയുള്ള ഈ കൊണ്ടുപോക്ക്, എന്നിട്ടത് ചോദിക്കുമ്പോൾ അത് ഉരുക്കി കഴിഞ്ഞിരിക്കുന്നു, ഇനി കൊണ്ടുവരാൻ കഴിയില്ല എന്ന മുട്ടുന്യായം?
നോക്കൂ, അങ്ങ് പറയുന്നത് ഒരു സാധ്യതയാണ്, അങ്ങനെ ആവാം, നല്ല നിലയ്ക്കാണെങ്കിൽ അങ്ങനെ ആവാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുപോയി അത് ഒരുക്കുന്നതിലുള്ള ഒരു സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ളൊരു അവസരം മനസ്സിലാക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതാവാലോ എന്ന് ചിന്തിക്കുന്നതും ആവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നോക്കൂ, ഇവിടുത്തെ ആദ്യത്തെ ഊഴത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറയുന്നത് ഇവിടെ കോടതി ആ കാര്യത്തിൽ ഒരു അന്വേഷണം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിൽ മുൻവിധി ഉണ്ടാക്കുന്ന പോലെയൊന്നും ആ കാര്യത്തിൽ സംസാരിക്കരുത്, പിന്നീട് ഇതിൽ സ്പോൺസറായിട്ടുള്ള ആളെ നമ്മൾ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തരുത്. അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാനത് ഏറ്റെടുത്ത് പറയുന്നില്ലെങ്കിലും അതിലും ചില മെറിറ്റുള്ളതായിട്ടൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ വിധി ഇക്കാര്യത്തിൽ വളരെ കർശനമാണ്. അവിടെ ഒരു ക്രമക്കേട്, ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന അർത്ഥശങ്കയ്ക്ക് ഇടയിലാണ് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇംപീച്ചബിൾ ആയിട്ടുള്ള റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ പഴുതടച്ചൊരു അന്വേഷണം വേണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത്. ഇതിൽ ഈ സ്പോൺസറായിട്ടുള്ള ആളെ പറ്റി പോലും ഇപ്പോൾ ശ്രീമതി മാധു അങ്ങയുടെ ഊഴത്തിൽ ഹൈക്കോടതി പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിലെനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം ഹൈക്കോടതി നടത്തുന്നുണ്ട്. We are shocked to note that there is a glaring and unexplained reduction of 4.541 kilo from the weight recorded at Sannidhanam. The only competent susceptible to such diminution is the gold cladding itself. This is an alarming discrepancy demanding a detailed inquiry. There is also a possibility that the items entrusted by the 7th respondent were another set of copper plates. Okay. We also note that this reduction in weight was not reported to the Devasam official. ഹൈക്കോടതി പറയുന്ന മറ്റൊരു സാധ്യത, ഈ പറയുന്ന 7ാമത്തെ റെസ്പോണ്ടന്റ് ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഏൽപ്പിച്ചത് മറ്റൊരു സെറ്റ് ഓഫ് കോപ്പർ പ്ലേറ്റ്സ് ആയിരിക്കാം. ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള കോപ്പർ പ്ലേറ്റ് അല്ല അവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്, അത് മറ്റൊരു സെറ്റ് ഓഫ് പ്ലേറ്റുകളായിരിക്കാം എന്ന് കോടതി പറയുന്നുണ്ട്. അതായത് അത്രയും ഗുരുതരമായിട്ടുള്ളൊരു തിരിമറി, ഒരു ക്രമക്കേട് അവിടെ ഉണ്ടായിട്ട് പറയുന്നു. പിന്നീട് 3 കാര്യങ്ങൾ കോടതി എണ്ണി പറയുന്നുണ്ട്. എന്താണ്? ദീസ് irregularities are of the gravest order, striking at the very core of integrity and transparency that must guide the administration of the temple, such sanctity and public trust. ഇതിൽ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? The unexplained reduction in the weight of gold-cladded copper plates, the casual and unsafeguarded entrustment of these valuable articles to the additional 7th respondent, the protracted and unjustified delay in the production before the 8th respondent, and the deliberate misdescription of the gold-cladded plates as mere copper plates. ഈ സ്വർണം പൂശിയിട്ടുള്ള പാളികളെ രേഖകളിലെല്ലാം ചെമ്പ് പാളികൾ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഇത് നോക്കൂ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള എണ്ണി പറഞ്ഞാൽ 10ലേറെ സംഭവങ്ങൾ നമുക്കറിയാം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2016-17 കാലഘട്ടത്തിൽ 189 കിലോഗ്രാം സ്വർണത്തിന്റെ മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് 189 കോടി രൂപ മൂല്യം മതിക്കുന്ന സ്വർണത്തിന്റെ മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടായിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിന്റെ നെറ്റിയിൽ പതിച്ചിരുന്ന മൂല്യം പോലും നമുക്ക് തീരുമാനിക്കാൻ കഴിയാത്ത 8 രത്നക്കല്ലുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണന്റെ കഴുത്തിലുണ്ടായിരുന്ന നവരത്നങ്ങൾ പതിച്ചിട്ടുള്ള 100 കോടി രൂപയ്ക്ക് മേലെ മൂല്യം വരുന്ന പതക്കം നഷ്ടപ്പെട്ടു പോവുകയും അതൊരു സ്വകാര്യ തട്ടാന്റെ അടുത്ത് എത്തുകയും ചെയ്തിട്ടുള്ള സംഭവം നമുക്കറിയാം. ഹരിപ്പാട് ക്ഷേത്രത്തിലെ സ്വർണത്തിന്റെ കമ്പവിളക്ക് 2002 അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുപോയത്. 23 കൊല്ലമായിട്ട് ആ കമ്പവിളക്ക് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ ഗോളക ഉണ്ടാക്കാൻ 5 കിലോ സ്വർണം ക്ഷേത്രം കൊടുത്തു. അവസാനം ഗോളക ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഉരുക്കി പരിശോധിച്ചപ്പോൾ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ്, ഉരുക്കി പരിശോധിച്ചപ്പോൾ 4 കിലോ സ്വർണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, 1 കിലോ ചെമ്പായിരുന്നു. ഈ കൊല്ലം 2025 എന്താണ്, പഴയന്നൂർ ഭഗവതി ക്ഷേത്രം കൊച്ചി രാജവംശത്തിന്റെ പരദേവതയാണ്. പഴയന്നൂർ ഭഗവതിയുടെ 2 പവൻ, അതായത് 16 ഗ്രാം തൂക്കമുള്ള തങ്ക കിരീടം കാണാതെയായത് നമ്മൾ കണ്ടു. ഈ വർഷം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വാതിലിന് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സ്വർണ്ണ ദണ്ട് ക്ഷേത്രത്തിൽ വെച്ച് നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോടി രൂപ മൂല്യം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ്, ദേവന്റെ സ്വത്താണ് കഴിഞ്ഞ ഈ വർഷങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ തിരിമറി നടത്തപ്പെട്ടിട്ടുള്ളത് നമ്മൾ കാണുമ്പോൾ അതിന്റെ ഉത്തരവാദിയായിരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ പേര് ദേവസ്വം എന്നാണെന്നും ദേവസ്വം എന്നാൽ ദേവന്റെ സ്വത്ത് എന്നുള്ളത് കൊണ്ടും ആ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു എന്ന സാഹചര്യത്തിൽ കൂടി ആ വിമർശനം അല്ല ആ നിലയ്ക്ക് പറഞ്ഞു വന്നതുകൊണ്ട് ഞാൻ ഇടപെടാതിരിക്കായിരുന്നു. ശങ്കു ഏറ്റവും കൂടുതൽ സമയം അങ്ങനെ എടുത്തത്. ഡി സുരേഷ് കുമാർ, ഈ ഉത്തരവിൽ കൃത്യമായി പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ 7ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഈ ക്ലാഡിംഗ് മാത്രമാണ്, ഈ ഓൺലി കമ്പോണന്റ് സസ്പെക്റ്റബിൾ എന്നാണ് പറയുന്നത്, ക്ലാഡിംഗ് മാത്രമാണ് എന്ന് കോടതിയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ പറയുന്നത് പോലെ ഇതിന്റെ സ്പോൺസറെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു, സംശയത്തിന്റെ നിഴലിൽ ഇത് മുഴുവൻ ഈ നടപടികളെ നിർത്തുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ആ സംശയം ഉന്നയിക്കുന്നത് കോടതിയാണ്.
നോക്കൂ, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാം. അതിനു മുൻപ് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ സമർത്ഥിക്കാൻ വളരെ ബോധപൂർവം ശ്രമം നടത്തി. അദ്ദേഹം പറഞ്ഞത് കേവലം നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഈ സർക്കാരും യുവതി പ്രവേശനം ശബരിമലയിൽ നടത്തിയെന്നാണ്. എത്രമാത്രം ഈ കേരളത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാദഗതിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാമാന്യ ബോധമുള്ള, സാമാന്യ യുക്തിയുള്ള ഒരാൾക്ക് പറയാൻ കഴിയുന്ന വാക്കാണോ അല്ലെങ്കിൽ വാചകമാണോ അദ്ദേഹം പറഞ്ഞത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു ഘട്ടത്തിലുണ്ടായി. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി ആ വിഷയം വളരെ ബോധപൂർവം ഇതിനോടൊപ്പം ക്ലബ് ചെയ്യാൻ, കൂട്ടിച്ചേർക്കാൻ വേണ്ടി വലിയ ബോധപൂർവമായ പരിശ്രമം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടത്തുന്ന ആളുകൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. അതാണ് ഞാൻ പോയിന്റിലേക്കാണ് ഞാൻ വന്നത്. ആ നടത്തുന്ന ആളുകൾക്ക് കൃത്യമായ ഉദ്ദേശ ലക്ഷ്യമുണ്ട്. അവർ ഹൈക്കോടതിയിൽ പോയി, അത് കഴിഞ്ഞവർ സുപ്രീം കോടതിയിലേക്ക് പോയി. എന്തിനാ പോയത്? ഈ ആഗോള അയ്യപ്പ സംഗമം ഏത് വിധേനയും തടയുക എന്നുള്ളതായിരുന്നു അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യം ഇന്ന് ബഹുമാനപ്പെട്ട കോടതി തന്നെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ദേവസ്വം ബെഞ്ചിൻ്റെ ജഡ്ജിമാരായിട്ടുള്ള ബഹുമാനപ്പെട്ട രാജാ വിജയരാഘവനും അതുപോലെ തന്നെ ജസ്റ്റിസ് KV ജയകുമാറും രണ്ടുപേരും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു. 7000 കോടി രൂപ മുടക്കി കുംഭമേള സർക്കാർ തന്നെ മുൻകൈയെടുത്ത് നടത്തുമ്പോൾ ഖജനാവിൽ നിന്നും 1 രൂപ പോലും ചെലവഴിക്കാതെ ഇവിടെ ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ യശസ് ഉയർത്തുന്നതിന്, അതിൻ്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന്, പ്രാധാന്യമില്ലെന്നല്ല, ഇന്നുള്ളതിനേക്കാൾ 10 മടങ്ങ് യശസ് വർദ്ധിക്കുന്ന നിലയിലേക്കൊരു പ്രവർത്തനം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുമ്പോൾ, അതിന് സർക്കാർ പിന്തുണ നൽകുമ്പോൾ അതിനെ എന്തിനാണ് എതിർക്കുന്നത് എന്നതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചോദിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അതിനെ തടയിടുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ഇതാണ് ഇന്ന് നിലവിലുള്ള ഒരു സ്ഥിതി. ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുമായി ബന്ധപ്പെടുത്തി ഇത്തരം കാര്യങ്ങൾ ദൈനംദിനമായി ഉണ്ടാകുന്ന ഈ കാര്യങ്ങളെ ഇതുമായി ബന്ധപ്പെടുത്താനുള്ള വലിയ ശ്രമം നടത്തുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാകുന്നത് അവിടെ വഴിപാടായി ഈ കാര്യം ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ആളിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടത്തുകയാണ്. ബോധപൂർവമായ ശ്രമം നടത്തിയത് കോടതിയാണ്. ആകെ സസ്പെക്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവം അതിനിടയിൽ ഉണ്ടായത്, ഈ തൂക്കക്കുറവിന് ഇടയിൽ ഉണ്ടായത് ക്ലാഡിംഗ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയാണ്. സുരേഷ് കുമാർ, അല്ല, അതിനെ സംബന്ധിച്ചാണ് അത്തരം ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ നിരത്തപ്പെടുന്ന വാദഗതികളെ മുഖവിലേക്കെടുത്തുകൊണ്ട് കോടതി ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്ന നിലയിൽ ആ ഉത്തരവിനകത്ത് ചില വാചകങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. അതിനല്ലേ കോടതി വിധി എന്ന് പറയാം. തീർച്ചയായിട്ടും ആ ഉത്തരവ് അന്തിമമാകണമെങ്കിൽ തീർച്ചയായും അതിനകത്ത് തന്നെ ഒരു അന്വേഷണത്തിന് കൂടെ ചുമതലപ്പെടുത്തി. ഇല്ല, ഈ കോടതി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ചാണ് ഈ അന്വേഷണം. പക്ഷെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അന്വേഷണം നടത്തുമ്പോൾ അവിടെ ആ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ആ നഷ്ടമുണ്ടായ വഴിയാണ് കോടതി പറയുന്നത്. ആ നഷ്ടമുണ്ടായ വഴി ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത ഉണ്ടാകേണ്ടത് ഏത് സംവിധാനത്തിനായിരുന്നു? നോക്കൂ മാധു, ഇത് തെറ്റിദ്ധരിപ്പിക്കലാണ്. ആ നഷ്ടമുണ്ടായത് ഏത് വിധേനയാണ് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനാണ് ബഹുമാനപ്പെട്ട ചീഫ് വിജിലൻസ് ഓഫീസറെ നഷ്ടമുണ്ടാക്കിയത് ആരാണ് എന്ന് അന്വേഷിക്കാൻ. അല്ലല്ല, ആ നഷ്ടത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഈ വഴിപാട് നടത്തിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അല്ലല്ല, ആ നഷ്ടം എങ്ങനെ ഉണ്ടായി, എന്ന് രേഖപ്പെടുത്തേണ്ടത് ഏത് കാലത്തായിരുന്നു? അല്ലല്ല, ഏത് കാലത്തായിരുന്നു? ആ നഷ്ടം എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് ചില ആശങ്കകളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അല്ല ഉണ്ടാവേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കല്ല ഉത്തരവാദിത്തം. അത് ദേവസ്വം ബോർഡിനാണ്. അങ്ങ് പറഞ്ഞ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ് പൂർത്തീകരിച്ചത് അതിനകത്ത് കെട്ടിയ കമ്പി ഉൾപ്പെടെയുള്ള തൂക്കം ഇതിനകത്ത് വന്നിട്ടുണ്ടോ? ഞാനത് അടിവരയിട്ട് പറയാത്തത് അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും. അതായിരിക്കും ഫൈനൽ ഡിസിഷൻ. അങ്ങനെ അത്ര ഉത്തരവാദിത്തമുള്ള അന്വേഷണം 2019 ഉണ്ടാകണമായിരുന്നു. 2019 29-ാം തീയതി അവിടെ എത്തിയ ഈ പറയുന്ന പാളികളിൽ 4 കിലോഗ്രാമിലധികം വ്യത്യാസമുണ്ടായപ്പോൾ ദേവസ്വം ബോർഡ് അത് അന്വേഷിക്കണമായിരുന്നു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അത് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. ദേവസ്വം ബോർഡ് അന്വേഷിച്ച് പോറ്റിയോട് ചോദിക്കണമായിരുന്നു എവിടെ പോയി എന്ന്. അന്ന് അപ്പോൾ നമുക്ക് ഈ പറയുന്ന കമ്പിയാണോ കല്ലാണോ കയറാണോ എന്ന് സംബന്ധിച്ച് ഉത്തരവാദിത്തം ഉണ്ടാകണമായിരുന്നു. ഇതൊന്നും ഉണ്ടായില്ല. ഈ പാളിയുടെ തൂക്കത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വാദഗതി. ദേവസ്വം ബോർഡിന് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടാവും.
ഇവിടെ എപ്പോ പറയും? ഞാൻ പറയട്ടെ, അന്വേഷണ ഉദ്യോഗസ്ഥർ 2019 മുതൽ 2019 മുതൽ 2025 വരെ ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? ശബരിമലയിലും അതുപോലെ തന്നെ ആറന്മുളയിലും സ്ട്രോങ് റൂമുകളുണ്ട്. ഈ സ്ട്രോങ് റൂമുകൾക്കകത്ത് എവിടെയെങ്കിലും ഈ പറയുന്ന ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയുള്ള സമഗ്രമായ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളി സ്ട്രോങ് റൂമിലല്ല വെച്ചത്. അല്ലല്ല, ഞാൻ പറഞ്ഞത് സമഗ്രമായിട്ടുള്ള അന്വേഷണം പുറത്തു വരുന്നതിന് മുൻപേ, അതിന്റെ തീരുമാനം പുറത്തു വരുന്നതിന് മുൻപേ ഇതിനെ സംബന്ധിച്ച് 2 പീഡങ്ങൾ ചെയ്തു കൊടുത്തതിനെ സംബന്ധിച്ച് അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ സംഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ കേടുപാടുകൾ മാറ്റാൻ ദേവസ്വം ബെഞ്ചിന്റെ അനുമതി ഇല്ലാതെ ശബരിമലയിൽ ഇല്ല അനങ്ങണമെങ്കിൽ ദേവസ്വം ബെഞ്ച് അറിയണം. ദേവസ്വം ബെഞ്ചിന്റെ അറിവും അനുമതി ഇല്ലാതെ ഇത് കൊണ്ടുപോയത് എന്തിന് എന്ന അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പഴയ മഹസറുകൾ അടക്കം പരിശോധിച്ചപ്പം 4 കിലോ കാണുന്നില്ല എന്നുള്ള ബോധ്യം ഉണ്ടായത്. ദേവസ്വം ബോർഡ് ഉണ്ണാതെ മിണ്ടാതെ അനങ്ങാതെ കഴിഞ്ഞ 6 വർഷമായിട്ട് കാണാതെ പോയ കാര്യത്തിൽ മിണ്ടാതെ മൂളാതെ ഇരിക്കുകയായിരുന്നു. എന്താണ് ഉത്തരവാദിത്തം? എന്താണ് പണി? അല്ല, ഈ വിധിക്കകത്ത് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പഴയ മഹസറുകൾ, രേഖകൾ മുഴുവനും വളരെ കൃത്യതയോടുകൂടി പരിശോധിക്കാൻ അതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ രേഖകൾ പരിശോധിക്കുന്നതോടുകൂടി ഈ വിഷയത്തിനകത്ത് നമ്മളേവരും പെടുന്ന ആശങ്കയ്ക്കകത്ത് കൃത്യമായൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും ആ തീരുമാനം വരുന്നതിന് മുൻപേ നമ്മൾ എന്തിന് മുൻവിധിയിലേക്ക് മുൻവിധിയില്ല. മുൻവിധി എന്നുള്ള ആലങ്കാരിക മുൻവിധിയില്ല. കോടതി ഉത്തരവിന് മുൻവിധി ഉണ്ടെന്ന് പറഞ്ഞാൽ മുൻവിധിയുണ്ട്. 2019 മുതൽ ഇന്ന് വരെ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചുവട് വെച്ചിരുന്നെങ്കിൽ മുൻവിധി എന്ന വാക്ക് ഞാൻ എടുത്തേനെ. പക്ഷെ നിവൃത്തിയില്ല. ഈ അന്വേഷണം ഇപ്പോൾ ദേവസ്വം ബെഞ്ചിന്റെ അനുമതി ഇല്ലാതെ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി മാത്രം വന്നതുകൊണ്ട് ഇത് വെളിപ്പെട്ടു പോയതാണ്, മിണ്ടിയതല്ല, പറഞ്ഞതല്ല എന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. സുരേഷ് കുമാർ, നമ്മൾ ഒറ്റ കാര്യം അതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾക്കകത്ത് തീർച്ചയായിട്ടും ഈ ഡിസ്കഷനകത്ത് അനാവശ്യമായ മുൻവിധിയിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതി, ദേവസ്വം ബെഞ്ച് ഇത്തരത്തിലൊരു വിധി പ്രസ്താവിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുമ്പോൾ ആ അന്വേഷണം നമ്മൾ വളരെ നേരത്തെ നടത്തി ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നതിന്റെ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അത്തരം ആരോപണങ്ങളൊന്നും സമ്മതിച്ച് തരില്ല. സുരേഷ് കുമാർ, ഇല്ല ഈ സംഭവങ്ങളുടെ തൂക്കത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഏത് മഹസറിന്റെ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മഹസർ പരിശോധിച്ച് ഞങ്ങൾക്ക് ഷോക്കിംഗ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൃത്യമായി ഈ വിധിയിൽ പറയുന്നത്. അത് എന്തുകൊണ്ട് 2019 അന്വേഷിച്ചില്ല ദേവസ്വം ബോർഡ് എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ശ്രീ വിജയ്, 2019 മുതൽ 2025 വരെ ദേവസ്വം ബോർഡ് ഇത് മിണ്ടാതിരുന്നതിൽ എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? ഇതിപ്പോ ദേവസ്വം ബോർഡ് ഇങ്ങോട്ട് കോടതിയോട് വന്ന് പറഞ്ഞതുപോലെയുണ്ടല്ലോ. എന്ത് ന്യായീകരണമാണ് മാത്രം നമുക്ക് അതിനകത്ത് ഉന്നയിക്കാൻ പറ്റുന്നത്? ശ്രീ സുരേഷ് കുമാർ ഞാനെന്തോ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണെന്നും അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ആ തെറ്റിനെ നമ്മൾ ഈ മെഴുകുക എന്നൊക്കെ കേൾക്കില്ലേ, അല്ലെങ്കിൽ അതിനെ അങ്ങനെ ന്യായീകരിച്ച് മെഴുകുക എന്ന് പറയില്ലേ, അതാണ് ശ്രീ സുരേഷ് കുമാർ ഇവിടെ ചെയ്യുന്നത്. ഈ ദേവസ്വം കമ്മീഷണറാണ് ആ റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് കോടതി വിധിയാണ് വന്നത്. ഇതിനകത്ത് തൂക്കക്കുറവുണ്ടെന്നും അത് ആരാണെന്നും എങ്ങനെയാണെന്നും ഈ സ്വർണം നഷ്ടപ്പെട്ടത് അതെങ്ങനെയാണെന്നും അത് ആരാണ് അവിടെ നിന്ന് ആ കള്ളത്തരത്തിൽ അത് കൊണ്ടുപോയതെന്നും അല്ലേ ഇനി കണ്ടുപിടിക്കേണ്ടത്. കേരളത്തിലെ സമൂഹത്തിന്, നമ്മുടെ പൊതുസമൂഹത്തിന് ഒരു പുണ്യപുരാതനമായിട്ടുള്ള ഭൂമിയിൽ നിന്ന് ഇത്രയധികം സ്വർണം കളവ് പോവുക അല്ലെങ്കിൽ തൂക്കം കുറയുക എന്നുള്ളത് ഈ പൊതുസമൂഹത്തിന് അറിയുവാനുള്ള എല്ലാവിധമായിട്ടുള്ള അവകാശങ്ങളുമുണ്ട്. ആ അവകാശങ്ങളെയാണ് ഇന്ന് CPIM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇവിടെ ഹനിക്കുന്നത്. സുരേഷ് കുമാർ ന്യായീകരിക്കുന്നതൊക്കെ കേട്ടാൽ തോന്നും ഏകദേശം ഇത് ഞങ്ങൾ എന്തോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതൊന്നും ഇവിടെ കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇത് കാണാൻ പറ്റാത്തതാണ്, ഈ സ്വർണ്ണമെല്ലാം ആരോ കട്ടെടുത്തുകൊണ്ട് പോയത്, അല്ലെങ്കിൽ ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്നുള്ള തരത്തിലാണ്. അല്ലെങ്കിൽ ഇത് CPIM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സർക്കാരും അവരുടെ ഉദ്യോഗസ്ഥരും ഇരുന്ന ആ സംഭവത്തിലോ സംവിധാനത്തിലോ അല്ല ഇതൊന്നും കളവ് പോയതെന്ന് നമ്മളെ കൊണ്ടങ്ങ് വിശ്വസിപ്പിക്കുകയാണ് ശ്രീ സുരേഷ് കുമാർ വ്യക്തമായിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ നിലപാടും ഈ പ്രസ്ഥാനം എന്താണ് കണ്ടെത്തിയതും അതിന് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ, അത് 2019 മുതൽ എന്തുകൊണ്ട് അതിന് വേണ്ട വിധത്തിൽ ഇത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടും ജനങ്ങൾ കണ്ണീരാൽ കൊണ്ടിടുന്ന പൈസയും കാണിക്കയും ഒക്കെയാണ് ഈ ദ്വാരപാലകരുടെ സ്വർണം പൂശുന്നതും സ്വർണത്തിൻ്റെ ക്രയവിക്രയങ്ങളും അവിടെയുള്ള പുനരുദ്ധാരണവും എല്ലാം നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പ്രിയപ്പെട്ട സുരേഷ് കുമാറിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും എല്ലാവിധമായിട്ടുള്ള അവകാശങ്ങളുമുണ്ട്, അല്ലെങ്കിൽ എല്ലാവിധമായിട്ടുള്ള അധികാരവുമുണ്ട് ഇത് പറയുവാൻ. പക്ഷെ അതാണ് ഇവിടെ ഹനിക്കപ്പെട്ടു പോകുന്നത്. സുരേഷ് കുമാർ ഈ 2019 നടന്നൊരു സംഭവമാണ്. അത് തിരികെ എത്തുമ്പോൾ തന്നെ കൃത്യമായി തൂക്കവും തട്ടുമൊപ്പിച്ച് കൃത്യമായി അത് പരിശോധിച്ച് രേഖപ്പെടുത്തി വെക്കേണ്ട
ഉത്തരവാദിത്തം അന്ന് നിർവഹിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് എന്നതിൽ തുടരന്വേഷണം ഉണ്ടായില്ല. അത് കൊണ്ടുപോയ ആളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടായില്ല. ഈ 6 വർഷക്കാലത്തിന് ശേഷം ഇതിൽ അന്വേഷണം നടത്തിയാൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള തുമ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കാരണം നേരത്തെ പറഞ്ഞ വാക്സ് ഉരുകി പോയതാണ്, ഇത് നെയ്യിരുന്നതാണ്, കുഴമ്പിരുന്നതാണ്, എണ്ണ ഇരുന്നതാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാ കളവും അവർ തേച്ച് മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാവില്ലേ? ക്ഷമിക്കണം, കേട്ടില്ല. അല്ല, സ്വർണ്ണമാണ്, അത് പണിയുമ്പോൾ അതിൽ ഈ പറയുന്നത് പോലെ നഷ്ടമുണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാകും. അത് കെട്ടിക്കൊണ്ടുപോയ കമ്പിയുടെ തൂക്കമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വേണമെങ്കിൽ പറയാമല്ലോ. അന്നായിരുന്നെങ്കിൽ, അന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിൽ. അതാണ് ഞാൻ ചോദിക്കുന്നത്, ദേവസ്വം ബോർഡിന് എന്തുകൊണ്ട് ഇത്ര ഉത്തരവാദിത്ത രാഹിത്യം വെച്ചു പുലർത്താൻ കഴിഞ്ഞു ഈ കാര്യത്തിൽ? അത് ആദ്യത്തെ ചോദ്യത്തിന് ഇത് ഇനിയുമുള്ള അല്ലെങ്കിൽ ആ തെളിവ് നശിപ്പിക്കുക എന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് അവർക്ക് ഈസി ആയിട്ട് ആ തെളിവ് നശിപ്പിച്ചുകൂടെ? 2019 മുതൽ 2025 വരെ ഇത്രത്തോളം നമ്മൾ ഈ പറയുമ്പോൾ വളരെ സെൻസിബിളായിട്ട് നമ്മൾ തിങ്ക് ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ചെറിയ തൂക്കത്തിൽ ഈ അളവിൽ അല്ലെങ്കിൽ ഇത്രത്തോളം വിലയുള്ള ഒരു ലോഹം, ആ ലോഹത്തിൽ ചെറിയ തൂക്കത്തിൻ്റെ അളവിലോ വ്യത്യാസത്തിലോ ഒക്കെ എന്തെങ്കിലും വൈരുദ്ധ്യം വന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന പോലെ 4 കിലോ സ്വർണം 5 കിലോ സ്വർണ്ണമൊക്കെ മിസ്സായി പോവുക എന്ന് പറയുന്നത്, അതിനെയും ന്യായീകരിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ആ ഭരണപക്ഷത്തുള്ള ആളുകൾ വരിക എന്ന് പറയുന്നത് ഒട്ടും ഈ പൊതുസമൂഹത്തെ അടക്കം എല്ലാവരെയും എളിഭ്യരാക്കിക്കൊണ്ട് നിൽക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു മനോരോഗത്തിന് ഈ പറയുന്ന സ്വർണ്ണപ്പാളികളുടെയും ചെമ്പ് പാളികളുടെയും ഈ പീഠത്തിന്റെയും ടോട്ടൽ വെയിറ്റ് ആണ് 42 kg എന്ന് പറയുന്നത്. അതിൽ പുതുക്കിപ്പണിതടക്കം 300 ഗ്രാം അടക്കം കൂട്ടി വരുമ്പോൾ 38 എന്നുള്ളതാകുന്നു. ഇതിപ്പോ പക്ഷേ ഈ നഷ്ടപ്പെട്ട 4-4.5 കിലോയും സ്വർണ്ണമാണ് എന്നുള്ളതിന് വ്യക്തതയൊന്നുമില്ല, സ്വർണ്ണമല്ല എന്നതിനും വ്യക്തതയൊന്നുമില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മുന്നോട്ട് പോകുമ്പോൾ അതിന് എന്തുമായിക്കോട്ടെ, അത് സ്വർണ്ണമല്ല വേറെ ഏതെങ്കിലും ലോഹമായെന്ന് തന്നെ ഇരിക്കട്ടെ, ഇത്രയും അധികം വിശ്വാസങ്ങൾ അർപ്പിക്കുന്ന ഒരു പിൽഗ്രിമേജ് സെന്ററിൽ നിന്ന് അത് സ്വർണ്ണമായിക്കോട്ടെ ലോഹമായിക്കോട്ടെ ഇനി എന്തുമായിക്കോട്ടെ അത് എങ്ങനെ കളവ് പോയി, അത് ആരാണ് എടുത്തത് എന്നുള്ള പറയുവാനുള്ള പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്തം ഈ പറയുന്ന ദേവസ്വം ബോർഡിനും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവിധമായിട്ടുള്ള സംവിധാനങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ പൊതുസമൂഹത്തിന് അറിയേണ്ട കാര്യം. അത് സ്വർണ്ണമാണ്, ശരി, അത്രയും വിലപിടിപ്പുള്ള ഒരു സാധനമാണ്, 4.5 കിലോ അതിനകത്തുനിന്ന് കളവ് പോയി എന്ന് പറഞ്ഞാൽ തന്നെയും ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെയും അത് പറയുവാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട്. ആ ദേവസ്വം കമ്മീഷണറാണ് റിപ്പോർട്ട് കൊടുത്തത്. ഇനി അത് മാത്രമല്ല, ഈ ദേവസ്വം ബോർഡിന്റെ ഡെലിഗേറ്റ്സ്, ഇത് ആരൊക്കെയാണ് ഈ ഡെലിഗേറ്റ്സ് എന്ന് പറയുവാൻ അവർക്ക് ധൈര്യമുണ്ടോ? ആരൊക്കെയാണ് ഇതിൻ്റെ ഡെലിഗേറ്റ്സ് എന്ന് പറയുവാനുള്ള ധൈര്യം ഇവർ ഇതുവരെയും കാണിച്ചിട്ടുണ്ടോ? അപ്പോൾ അതൊന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ന്യായീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ആളുകൾ ചെയ്യുന്നത്. ശരി, ഞാൻ വരാം. ഡോക്ടർ PS മഹേന്ദ്രൻ, ഇപ്പം അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ ഭക്തരുടെ എണ്ണത്തിലൊരു നിയന്ത്രണം വരുന്നുണ്ട്. അതിനുശേഷം വലിയ വാർത്തകളൊക്കെ ആകുമ്പോൾ നിയന്ത്രണം പിൻവലിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ജേർണലിസ്റ്റ് ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇല്ല, അത് മുഴുവനും അടച്ചിട്ടാണുള്ളത്. പിന്നീട് വാർത്തകൾ വരുന്ന സമയത്ത് തുടക്കുന്നുണ്ട്, പക്ഷേ 5-6 സ്ലോട്ടുകൾ മാത്രമാണുള്ളത് എന്ന് വ്യക്തിപരമായൊരു അനുഭവം ഇന്ന് വ്യക്തമാക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അവിടേക്കുള്ള തീർത്ഥാടനത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്ന തരത്തിലല്ല എന്ന് ആദ്യം നൽകുന്ന വിശദീകരണം അങ്ങനെ ആയിരുന്നില്ല. പിന്നീട് അത് പരിഹരിക്കപ്പെട്ടു. ഇനി ഇതിൻ്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് തന്നെ കോടതി പല ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് എങ്ങനെയാണ് സ്വീകരിക്കാൻ കഴിയുക, അവർക്ക് എന്താണ് പകരം കൊടുക്കുക, അതിൽ സുതാര്യത ഉറപ്പുവരുത്താൻ എന്താണ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. ഇനി പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവർക്ക് എന്താണ് ഭക്തജനങ്ങൾക്ക് ഇതുമായിട്ടുണ്ടാകുന്ന ലാഭം എന്ന ചോദ്യത്തിൽ വിശദീകരണം നൽകണമെന്ന് ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടു. ഇപ്പോൾ അവരിനി ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ നടന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. എന്നിരുന്നാൽ പോലും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനകത്ത് നമ്മൾ ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി അനുവദിച്ചുകൊണ്ട് നടത്തിയ ആ ഉത്തരവിൽ 2-3 പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. ഒന്ന്, ഇതിൻ്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, വരവ് ചെലവുകളൊക്കെ കൃത്യമായ ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കണമെന്നും അതിന് ഒരു ഓഫീസറെ ചുമതലപ്പെടുത്തണമെന്നുള്ള കാര്യവും, അതുപോലെ തന്നെ ഇതിൻ്റെ സംഗമം നടക്കുന്ന സമയത്ത് അവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക്, സാധാരണ അയ്യപ്പന്മാർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. പിന്നെ പറഞ്ഞത് പരിസ്ഥിതിക്ക് കോട്ടം ഉണ്ടാകരുത്. പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഈ സാമ്പത്തിക വിഷയത്തെ പറ്റി പറയുമ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് അഴിമതിയുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കഴിഞ്ഞ ജനുവരി മാസത്തിൽ
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ, മലബാർ ഉൾപ്പെടെ കേരളത്തിലെ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ഉൾപ്പെടെ ദേവസ്വം ബോർഡുകളിൽ നിന്നുള്ള വരുമാനം സർക്കാരിലേക്ക് വരുന്നുണ്ടോ, അങ്ങനെ എങ്കിൽ വന്നിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം എത്ര രൂപയാണ് വന്നത്, അത് എങ്ങനെയൊക്കെയാണ് ചെലവഴിച്ചത് എന്ന് തുടങ്ങിയിട്ട് ഒരു വിവരാവകാശ രേഖ ചോദിച്ചു. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചോദിച്ചത്. അതിനെനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിവരം ഞങ്ങളുടെ കയ്യിൽ തൽക്കാലം ഇല്ല. അതിൻ്റെ കൂടുതൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് റവന്യൂ സെക്ഷൻ ദേവസ്വം ബിയിലേക്ക് കൈമാറി എന്ന് പറഞ്ഞിട്ട് കത്ത് വന്നു. കുറേ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ദേവസ്വത്തിൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന മറുപടി ഇങ്ങനെയാണ്: താങ്കൾ ചോദിച്ച 6 ചോദ്യങ്ങളാണ് ചോദിച്ചത്. താങ്കൾ ചോദിച്ച 1, 2, 3 ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഉത്തരം ഇല്ല. 4, 5, 6 ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. അതായത് രണ്ടും ഒരേ അർത്ഥത്തിൽ വരുന്ന ഒരു വിവരാവകാശ രേഖയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ശരിക്കും നിലവിലെ അവസ്ഥ. ശരിക്കും കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഗുരുവായൂർ ദേവസ്വത്തിൽ മാത്രം ചിന്തിച്ചാൽ തന്നെ 2015-16 എന്ന് പറയുന്ന ഒരൊറ്റ സാമ്പത്തിക വർഷം മാത്രമാണ് കേരള ലോക്കൽ ഫണ്ട് ഓഡിറ്റ് പോയിട്ട് ഒരു ഓഡിറ്റ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിന് മുമ്പും ഓഡിറ്റ് നടന്നിട്ടില്ല, അതിന് ശേഷവും ഓഡിറ്റ് നടന്നിട്ടില്ല. ഇത് കേരള ഹൈക്കോടതിക്ക് ദേവസ്വം ബെഞ്ചിന് പൂർണ്ണ ബോധ്യമുള്ളതും ഇടക്കാല ഒരു ഉത്തരവ് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവ് ഞാൻ കക്ഷിയായ ഒരു കേസിൽ ഇടക്കാല ഉത്തരവ് വന്നിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്കറിയാം സർക്കാരിന് ഇനി സംസ്ഥാന സർക്കാർ തന്നെ വിചാരിച്ചാൽ പോലും ഈ ദേവസ്വം എന്ന താപ്പാനയെ നന്നാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരി, ഈ ക്ഷേത്ര ചെലവുമായി ബന്ധപ്പെട്ട് അതിന്റെ വരുമാനം സർക്കാർ ഏകപക്ഷമായി എടുക്കുന്നുണ്ടോ കാര്യങ്ങൾ നിയമസഭയിലൊക്കെ വന്നിരുന്നു. സർക്കാർ അതിന് കൃത്യമായി ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങേക്ക് വിവരാവകാശ പ്രകാരം മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അങ്ങേക്ക് ഉന്നയിക്കുകയും ചെയ്യാം. അടുത്ത ശങ്കുട്ടിദാസ്, ഇതിപ്പോൾ ഇങ്ങനൊരു വാർത്ത ഇന്ന് രാവിലെ മുതൽ വന്നതാണ്. സ്വാഭാവികമായും അതിലൊരു വിശദീകരണമോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്നോ ഏത് സാഹചര്യത്തിലാണ് ഇത് സംഭവിച്ചതോ എന്നത് സംബന്ധിച്ചിപ്പോൾ വളരെ വ്യക്തിപരമായി കിട്ടുന്ന ചില ന്യായീകരണങ്ങളിലൊക്കെ ഒന്ന് കോവിഡ് കാലമാണ്, ആ സമയത്ത് അത്രയേ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും ന്യായയുക്തമായി നിലനിൽക്കുന്നതല്ലല്ലോ. ഒരു വസ്തു, ഉത്തരവാദിത്തപ്പെട്ടൊരു വസ്തു, അത് ദേവസ്വത്തിൻ്റെ അധികാരത്തിൽപ്പെടുന്ന ഒരു വസ്തു, കൃത്യമായി കണക്കും കാര്യങ്ങളുമുള്ള ഒന്ന് തിരികെ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ കൊണ്ടുപോയതിൽ തന്നെ കൃത്യമായ പ്രശ്നങ്ങളുണ്ട് എന്നതും കൂടിയിരിക്കുന്നു. അതിൽ രേഖപ്പെടുത്താതെ പോയതിന് അങ്ങനെ എന്തെങ്കിലും ഒരു മുട്ടുന്യായം പറഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഒരിക്കലും അല്ല. നമുക്ക് ഒന്നാമത് ഇത് കോവിഡ് കാലമാണെന്നുള്ള വിശദീകരണം നിലനിൽക്കില്ല. കാരണം നമ്മുടെ നാട്ടിൽ കോവിഡ് ലോക്ക്ഡൗൺ തുടങ്ങിയത് 2020 മാർച്ച് മാസത്തിൽ മാത്രമാണ്. ഇത് കൃത്യമായി പറഞ്ഞ ശബരിമല പ്രക്ഷോഭ കാലമാണ്. 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി വന്നതിനെ തുടർന്ന് യുവതീ പ്രവേശനം നടപ്പാക്കുമെന്നൊരു നിശ്ചയദാർഢ്യത്തോടുകൂടി സർക്കാർ മുന്നോട്ട് വരികയും വിശ്വാസികൾ തെരുവിലിറങ്ങുകയും അവർക്കെതിരെ പുരോഗമനവാദികൾ, നവോത്ഥാന നായകന്മാർ, ബുദ്ധിജീവികൾ, ഇടതുപക്ഷ ചിന്തകർ ഒക്കെ മറ്റൊരു പക്ഷത്ത് നിൽക്കുകയും വലിയ അളവിലുള്ള വിശ്വാസ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ നവോത്ഥാനം അതിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അതിൻ്റെ മറവിലൂടെ 2019 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ വലിയ അളവിലുള്ള സ്വർണ്ണ കടത്ത് അല്ലെങ്കിൽ സ്വർണ്ണ തിരിമറി ശബരിമലയിൽ നടന്നിട്ടുള്ളതാണ് പറയേണ്ടത്. ഈ ബഹളത്തെയാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ശരിയാണ്. നോക്കൂ, ഇതൊരു പാറ്റേൺ ആണ്. അതാണ് ഞാൻ കഴിഞ്ഞ ഒഴുത്തിലും പറയാൻ ശ്രമിച്ചത്. ഇങ്ങനെയുള്ള അറ്റകുറ്റപ്പണിയുടെ മറവിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുള്ള 10ലേറെ സംഭവങ്ങൾ നമുക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പറയാൻ കഴിയും. ഇപ്പോൾ 2016 തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ സ്വർണ്ണ നെറ്റിപ്പട്ടം ഒരുക്കിയത് 16-ാം നൂറ്റാണ്ടിൽ കൊച്ചി മഹാരാജാവ് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചിട്ടുള്ള തനി തങ്കത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള 15 നെറ്റിപ്പട്ടങ്ങൾ, അതിൽ 14 നെറ്റിപ്പട്ടങ്ങൾ എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്ക് റെയിൽവേ ലൈൻ വലിക്കാൻ വേണ്ടിയിട്ട് രാജാവ് തന്നെ ദാനം ചെയ്തു. ശേഷം ഉണ്ടായിരുന്ന ഒരു നെറ്റിപ്പട്ടം പുരാതന മൂല്യമുള്ള പുരാവസ്തു മൂല്യമുള്ള ചരിത്രപരമായിട്ടുള്ള മൂല്യമുള്ള ആ നെറ്റിപ്പട്ടം 2016 അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഉരുക്കാൻ വേണ്ടി പൂർണ്ണത്രയീശ സേവാ സംഘം എന്ന് പറയുന്ന ഭരണസമിതി തീരുമാനിക്കുകയും അതിനെതിരെ വിശ്വാസികൾ വലിയ അളവിൽ പ്രക്ഷോഭം നയിക്കുകയും ഒരു ഹൈക്കോടതിയിൽ പോയിട്ട് പില്ല് കൊടുക്കുകയും കേസ് എടുത്തുകയും ചെയ്തു. ഹൈക്കോടതി പഴയ നെറ്റിപ്പട്ടം ഒരുക്കേണ്ടതില്ല, പുതിയ നെറ്റിപ്പട്ടത്തിൻ്റെ പണി തുടരാമെന്ന് പറഞ്ഞു. ഹൈക്കോടതി വിധിക്ക് വിരുദ്ധമായിട്ട് നെറ്റിപ്പട്ടം കോയമ്പത്തൂർ കൊണ്ടുപോയിട്ട് ജോസ്കോ ജ്വല്ലേഴ്സ് കൊണ്ടുപോയിട്ട് ഒരുക്കി. സുപ്രീം കോടതിയിൽ കേസ് വന്നു. സുപ്രീം കോടതി സ്റ്റേ ചെയ്യുമ്പോഴേക്കും സ്വർണ്ണ നെറ്റിപ്പട്ടം ഒരുക്കി കഴിഞ്ഞിരുന്നു. പകരമായിട്ടുള്ള പുതിയ നെറ്റിപ്പട്ടം ഇപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. പൂർണ്ണത്രയീശന്റെ കോടികൾ മൂല്യം വരുന്ന നെറ്റിപ്പട്ടം ഒരുക്കി കളഞ്ഞു. ഏറ്റുമാനൂര് ശിവക്ഷേത്രത്തിലുള്ള 7.5 പൊന്നാന പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ 7.5 പൊന്നാന, ഇതേ ആരാണോ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ സ്വർണ്ണ നെറ്റിപ്പട്ടം ഒരുക്കാൻ വേണ്ടിയിട്ട് ചുമതലയുണ്ടായിരുന്ന അഡ്വക്കേറ്റ് കമ്മീഷണർ, അതേ ആളുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ 7.5 പൊന്നാനയ്ക്ക് കേടുപാടുണ്ടെന്നും അതുകൊണ്ട് കേടുപാടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ സ്ട്രോങ് റൂമിൽ നിന്ന് പുറത്തിറക്കി ഏതോ സ്വകാര്യ സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് പണിയെടുക്കണമെന്നും പറഞ്ഞ് ആ 7.5 പൊന്നാന എടുക്കാൻ വേണ്ടി വരികയും ഏറ്റുമാനൂർ വിശ്വാസികളുടെ ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് അവരുടെ ഒരു സംഘർഷാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉടലെടുത്തതിനെ തുടർന്ന്
അവ പുറത്തു കൊണ്ടുപോകാൻ കഴിയാതെ വരികയും ചെയ്തു. ഇങ്ങനെ എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഈ അറ്റകുറ്റപ്പണികളുടെ മറവിൽ എങ്ങനെയാണ് ദേവന്റെ സ്വത്ത്, ഈ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണാഭരണങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ ഇതൊരു അവസരമായി ഉപയോഗിക്കുന്ന ഒരു രീതി ഇവിടെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ അയ്യപ്പ സംഘവും ശരിവെച്ചാലും അയ്യപ്പസ്വാമി അതിനെ അനുകൂലിക്കുന്നില്ല, അതിനെ ശരിവെക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവർ മറക്കാൻ ശ്രമിക്കുന്ന, മറച്ചു വെക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുള്ള 6 കൊല്ലം മുൻപത്തെ തിരിമറി പോലും ഈ 3 ദിവസം മുൻപ്, അയ്യപ്പ സംഗമത്തിന്റെ 3 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ യാദൃശ്ചിക വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിലൂടെ പുറത്തു വരികയും ഈ സംഗമം നടത്തുന്ന ആളുകളുടെ തനിനിറം എന്താണെന്ന് പൊതുസമൂഹത്തിന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ശരി, ശ്രീ ഡി സുരേഷ് കുമാർ, അതായത് ശംഖു അവസാനം പറഞ്ഞ ശംഖുവിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അയ്യപ്പ സംഗമം അവിടെ നടത്തുന്നത് ഭക്തർക്ക് വേണ്ടിയാണ് എന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴാണ് വിശ്വാസപരമായി തന്നെ അതിനുള്ള സാഹചര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നത്. അതിന് അങ്ങേക്ക് മറുപടി പറയണമോ വേണ്ടയോ എന്നുള്ളത് അങ്ങയുടെ ഔചിത്യവുമാണ്. കാരണം അത് സാങ്കേതികമായി അദ്ദേഹം പറഞ്ഞല്ല, അദ്ദേഹത്തിന് വിശ്വാസപരമായി പറഞ്ഞൊരു കാര്യമാണ്. വേണമെങ്കിൽ തൊടാതിരിക്കാം. പക്ഷേ ദേവസ്വം ബോർഡിന് ഇതിന് മറുപടി പറയേണ്ടി വരും. 2019 കാലത്ത് എ പത്മകുമാർ അല്ലേ, അദ്ദേഹം അവിടെ ഉത്തരവാദിത്തത്തിലുണ്ടായിരുന്ന സമയത്ത് നഷ്ടപ്പെട്ടതാണ് ഈ സ്വത്ത് എങ്കിൽ അതിന് സ്വാഭാവികമായി മറുപടി പറയേണ്ടി വരും. അത് സർക്കാർ തുടർഭരണമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സർക്കാരിന് മറുപടി പറയേണ്ടി വരും, ദേവസ്വം ബോർഡ് മന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഇത് ഈ അന്വേഷണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായും ഈ കാര്യങ്ങളിൽ ഉത്തരം പറയേണ്ടി വരും. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ ദേവസ്വം ബോർഡിന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകുന്ന സന്ദർഭത്തിൽ ശബരിമലയിലെ സ്വർണ്ണ കൊടിമരത്തിൻ്റെ പീഠത്തിൽ ഒരു രാസലായനി ഒഴിച്ചു എന്നുള്ള നിലയിലുള്ളൊരു വാർത്ത പെട്ടെന്ന് പരന്നു. അവിടെ നിന്ന് എന്തെങ്കിലും നേട്ടം കൊയ്യാമെന്നുള്ള നിലയിൽ മുഖ്യധാര അന്ന് നിന്ന കുറേ ആളുകൾ രംഗത്ത് വന്ന് ഇതിനകത്ത് തീവ്രവാദി ബന്ധം പോലും സംശയിക്കുന്ന നിലയിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ആകെ ആശങ്കപ്പെടുത്തുന്ന നിലയിലേക്ക് ആ വാർത്ത പോയി. പിന്നീട് കൃത്യമായി നടന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു ഭക്തൻ എന്തോ ഒരു സാധനം നേർച്ചയായി കൊണ്ടുവന്ന് ഒഴിച്ച സാധനമാണ് ആ സ്വർണ്ണ കൊടിമരത്തിന് അല്പം കേടുപാടി വരുത്തിയത്. ഈ ആശങ്ക ഉളവാക്കുന്ന ഈ രൂപത്തിലുള്ള വാർത്തകൾ നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് എല്ലാ വിശ്വാസികളും കൂട്ടത്തോടു കൂടി കേരളീയൻ താമസിക്കുന്ന ഈ സമൂഹത്തെ എത്രമാത്രം അചഞ്ചലമാക്കാൻ വേണ്ടി, ചഞ്ചലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നാം വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഇത്തരം കാര്യങ്ങളിൽ മുൻവിധിയോടുകൂടി നമ്മൾ അഭിപ്രായം പറയേണ്ടി വരുന്നത് അവസ്ഥ എന്നുള്ളത് കൂടെ നാം കാണണം. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു CPM നേതാവിന് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കൊടുത്ത ഹർജിയിലോ അതിൻ്റെ പിന്നിലെ കേസിലോ പങ്കുണ്ട് എങ്കിൽ ഇവിടെ ഇരിക്കുന്ന സഹ പാനലിസ്റ്റുകൾ പറയണം. അവിടെ പെറ്റീഷൻ ഫയൽ ചെയ്ത പ്രേരണാകുമാരിയുടെ രാഷ്ട്രീയം എന്താണ്, അവർ പിന്തുണയ്ക്കുന്ന പ്രത്യയശാസ്ത്രം എന്താണ്? ആ വിധി വന്ന സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധിയും ഭയ്യാ ജോഷിയും സംഘപരിവാറിൻ്റെ തലച്ചോറായിട്ടുള്ള TG മോഹൻദാസും ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിട്ടുള്ള RV ബാബുവും രമേശ് ചെന്നിത്തലയുമൊക്കെ ആദ്യഘട്ടത്തിലെടുത്ത നിലപാടെന്താണ്? പിന്നീട് ശ്രീധരൻപിള്ള അദ്ദേഹത്തിൻ്റെ സുവർണാവസരം എന്ന പദത്തെ കടമെടുത്തുകൊണ്ട് വന്ന നാമജപ ഘോഷയാത്രയടക്കം വന്നപ്പോൾ അതിൻ്റെ പിൻപറ്റി ഈ സമൂഹത്തിനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം ഏതൊരാൾക്കും, നിഷ്പക്ഷമായി ഇതിനെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അവിടെയാണ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അടക്കം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM നിലപാട് വ്യക്തമാക്കണം. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ആദ്യം നിലപാട് വ്യക്തമാക്കേണ്ടത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. നാളിതുവരെയായി വേഗമായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനടക്കമുള്ള ആളുകൾ പറഞ്ഞു പോയതല്ലാതെ ഇതിനകത്ത് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഉത്തരത്തിലെത്തിച്ചേരാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് നാളിതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച ഒറ്റ കാര്യം, ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രസക്തി എന്താണെന്നാണല്ലേ ചോദിച്ചത്? അല്ല, അങ്ങനെയല്ല ചോദിച്ചത്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസപരമായ കാര്യം അദ്ദേഹം പറഞ്ഞു. അത് അയ്യപ്പന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ കാര്യങ്ങളടക്കം വെളിപ്പെടുത്തൽ പുറത്തു വന്നതെന്നുള്ളത്. അത് വിശ്വാസപരമായ കാര്യം. അങ്ങ് അതിൽ അഭിപ്രായം പറയണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ അഭിപ്രായം പറയണം. കാരണം അങ്ങ് പറഞ്ഞതുപോലെ മുൻവിധിയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമോ ആരോപണമൊന്നുമില്ല. ഒരു മിനിറ്റ്, അന്വേഷണം കഴിഞ്ഞിട്ട് മറുപടി പറയാനുള്ള സാവകാശത്തിന്റെ ആവശ്യമില്ല. കാരണം കൃത്യമായ ഒരു വിധി നമ്മുടെ മുന്നിലുണ്ട്. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മതി. ഈ വിധിയിൽ ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് തെറ്റാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. അല്ലല്ല, ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ വരാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യം. സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വ്യത്യാസവുമില്ലാതെ, ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം ഞാൻ പറഞ്ഞിട്ടുണ്ട് മറുപടി. അത്
അന്വേഷണം ഇല്ലല്ല വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ മുൻവിധിയല്ല ആ വിധി മുൻവിധിയല്ല വിധി ദേവസ്വം ബെഞ്ച് പുറത്തു വെച്ചിരിക്കുന്ന വിധിയിൽ സർക്കാർ അഭിപ്രായം പറയാലോ. തീർച്ചയായിട്ടും ദേവസ്വം ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. ആ വിധി ആത്യന്തികമല്ല. ആ വിധിയിൽ ആത്യന്തികമല്ല. ആ വിധി ആത്യന്തികമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. സ്വാഭാവികമായും അന്വേഷണം വരുമ്പോൾ ഇവിടെ സ്വർണം ബഹുമാനപ്പെട്ട ആങ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നഷ്ടപ്പെട്ടത് സ്വർണമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നതിനെ സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കപ്പെട്ടില്ല. ഇനി സ്വർണമല്ല എന്നുള്ള കാര്യവും ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ ഒരു മുൻവിധി വിജിലൻസ് അന്വേഷണം നടത്തേണ്ടത് വകുപ്പ് ഏതാണ് എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ഒരു മിനിറ്റ് അല്ല, ഈ അന്വേഷണം ഇനി ഏതു കാലത്ത് നടക്കുന്നത് വരെ കോടതി കണ്ടെത്തിയിരിക്കുന്ന ഈ കാര്യങ്ങൾ ഞങ്ങൾ മിണ്ടില്ല എന്ന് പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞോട്ടെ. അവിടെ നഷ്ടപ്പെട്ടു പോയത് സ്വർണമാണോ അല്ലയോ എന്ന മുൻവിധിയിൽ എത്തിച്ചേരാനുള്ള മുൻവിധി 6 കൊല്ലം കഴിഞ്ഞാണ്. മുൻവിധി എന്ന് അങ്ങ് പറയുന്നത് 6 കൊല്ലം കഴിഞ്ഞാണ്. 2019 ഇത് നഷ്ടപ്പെട്ടു എന്ന് മഹസറിൽ ദേവസ്വം ബോർഡിന്റെ മഹസറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വെയിറ്റ് കുറവുണ്ടായെന്ന് 2019 മുതൽ 2025 വരെ അന്വേഷിക്കണമായിരുന്നേ. എന്ത് ചെയ്യായിരുന്നു? ദേവസ്വത്തിന്റെ വിജിലൻസ് ഉണ്ടായിരുന്നില്ലേ? ദേവസ്വത്തിന്റെ കമ്മീഷൻ ഉണ്ടായിരുന്നില്ലേ? ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഈ മഹസർ പരിശോധിക്കാൻ ആളുണ്ടായിരുന്നില്ലേ? ഇവരൊക്കെ എന്ത് ചെയ്യായിരുന്നു? തീർച്ചയായും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടെങ്കിൽ അതുകൂടെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് മുതലുള്ള മുഴുവൻ രേഖകളും. ഇത് എന്നാണോ സ്വർണം പൂശിയത് അന്ന് മുതലുള്ള മുഴുവൻ വീഴ്ചകൾ ഉണ്ടായി എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് കുറ്റക്കാർ എന്നുള്ളത്, ആരൊക്കെയാണ് കുറ്റക്കാർ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അന്വേഷണം. അതിൽ അഴിമതി ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അന്വേഷണം. അഴിമതി ഉണ്ട് എന്നൊരു ആരോപണം ഞാനിവിടെ ഉന്നയിച്ചില്ലല്ലോ. ഇടയ്ക്ക് ഇദ്ദേഹം മാത്രമാണ് അഴിമതി എന്നൊരു വാക്ക് പറഞ്ഞത്. അഴിമതി എന്ന കാര്യം ഇവിടെ ആരും ഉന്നയിച്ചിട്ടില്ല. അഴിമതി ഉണ്ടോ എന്ന് വിജിലൻസ് കണ്ടെത്തട്ടെ. പക്ഷെ അവിടെ കൃത്യ വിലോപം ഉണ്ടായിട്ടുണ്ട്, ഉത്തരവാദിത്ത രാഹിത്യം ഉണ്ടായിട്ടുണ്ട്, കെടുകാര്യസ്ഥത ഉണ്ടായിട്ടുണ്ട്. അവിടെ കാര്യസ്ഥപടി തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ കെടുകാര്യസ്ഥത ഉണ്ടായിട്ടുണ്ട്. അതിന് ഉത്തരം പറയേണ്ട ബാധ്യത ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. വളരെ നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.